ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണത്തിലെ അടുത്ത ഒരു ശിവഭക്തൻ്റെ ജീവിതത്തിലേക്കാണ് നാം കടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് വായിലാർ നയനാർ. ഇത് ശരിക്കും അദ്ദേഹത്തിൻ്റെ പേരല്ല, ജനങ്ങൾ കൊടുത്ത പേരാണ് വായിലാർ നയനാർ. ആ കഥയിലേക്കാണ് നാം കിടക്കുന്നത്. മൈലാപ്പൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് കപാലീശ്വരം എന്ന് പറഞ്ഞൊരു ശിവക്ഷേത്രമുണ്ട്. വളരെ പ്രശസ്തമാണ് കപാലീശ്വര ക്ഷേത്രം. അതിനടുത്ത് ഒരു ശിവഭക്തൻ കുടില് കെട്ടി വഴിയോരത്ത് ജീവിച്ചിരുന്നു. അദ്ദേഹം ഭിക്ഷ യാചിച്ചാണ് ജീവിച്ചത്. പിന്നെ അതേപോലെ തന്നെ 24 മണിക്കൂറും ശിവ പൂജ ചെയ്തുകൊണ്ട് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് അദ്ദേഹം ജീവിച്ചു. ഇദ്ദേഹത്തിനൊരു ആഗ്രഹം തോന്നി, തനിക്കൊരു ശിവക്ഷേത്രം നിർമ്മിക്കണം, അവിടെ ശിവനെ പ്രതിഷ്ഠിച്ച് നിരന്തരം പൂജിക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ തീവ്രമായ അഭിലാഷം. അപ്പോൾ ഈ ഭിക്ഷാടനം ചെയ്യുന്ന ഈ ശിവഭക്തന് അങ്ങനൊരു ശിവക്ഷേത്രം നിർമ്മിക്കാനാവില്ല. അത്രയ്ക്ക് ദരിദ്രനാണ് അദ്ദേഹം. പിന്നെ എങ്ങനെ ശിവക്ഷേത്രം നിർമ്മിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം മൗനവ്രതം സ്വീകരിച്ചു. പിന്നെ മൗനിയായിട്ടാണ് പിന്നെ അദ്ദേഹം ജീവിതകാലം അത്രയും ജീവിച്ചത്. ഈ മൗനി എപ്പോഴും പഞ്ചാക്ഷരി മന്ത്രം മനസ്സിൽ ജപിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ശിവക്ഷേത്രം നിർമ്മിക്കേണ്ടത് കല്ലുകൊണ്ടോ മരം കൊണ്ടോ അല്ലെങ്കിൽ ഭൂമിയിലോ അല്ല, മറിച്ച് മനസ്സിലാണ്, ശിവഭക്തൻ്റെ മനസ്സിലാണ് ശിവക്ഷേത്രം നിർമ്മിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം മനസ്സിൽ ശിവനെ ആരാധിച്ചു. എന്നിട്ട് മനസ്സാകുന്ന ശ്രീകോവിലിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചു. സ്വന്തം മനസ്സാകുന്ന ശ്രീകോവിലിൽ ശിവനെ പ്രതിഷ്ഠിച്ചതിന് ശേഷം എങ്ങനെയാണ് ശിവപൂജ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. അവസാനം ആ വഴിയും അദ്ദേഹം കണ്ടെത്തി. ജ്ഞാനമാകുന്ന വിളക്കാണ് കൊളുത്തേണ്ടത്. ഈ ശിവക്ഷേത്രത്തിൽ മനസ്സാകുന്ന ശിവൻ്റെ മുമ്പിൽ ജ്ഞാനമാകുന്ന വിളക്ക് കൊളുത്തണം. പിന്നെ അഖണ്ഡാനന്ദമാകുന്ന അമൃതം കൊണ്ട് അഭിഷേകം ചെയ്യണം. ഈ ശിവവിഗ്രഹത്തെ അഖണ്ഡാനന്ദമാകുന്ന അമൃതം കൊണ്ടാണ് അഭിഷേകം ചെയ്യേണ്ടത്. പിന്നെ ഭഗവത് പ്രേമമാകുന്ന നൈവേദ്യം സമർപ്പിച്ച് പൂജ ചെയ്യണം. അപ്പോൾ ഈ പഞ്ചോപചാര പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിന് അദ്ദേഹം ആദ്യം ചെയ്തത് ജ്ഞാനമാകുന്ന വിളക്ക് കൊളുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ശിവപൂജ ചെയ്യേണ്ടത് ശിവജ്ഞാനത്തിലൂടെയാണ്. അതേപോലെ തന്നെ എങ്ങനെയാണ് അഭിഷേകം ചെയ്തത്? അമൃതം കൊണ്ടാണ് അഭിഷേകം ചെയ്യേണ്ടത്. എന്താണ് അമൃതം? അഖണ്ഡാനന്ദമാകുന്ന അമൃതം കൊണ്ട് അഭിഷേകം ചെയ്യുക. പിന്നെ നൈവേദ്യം അർപ്പിക്കണം. അത് എങ്ങനെയാണ്? ഭഗവത് പ്രേമമാകുന്ന പ്രേമം, പരമപ്രേമമാകുന്ന പരമശിവപ്രേമമാകുന്ന ആ നൈവേദ്യം സമർപ്പിച്ചിട്ടാണ് നിത്യവും ശിവപൂജ നടത്തേണ്ടത് എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അങ്ങനെ ശിവപൂജ ചെയ്യുകയും ചെയ്തു. പിന്നെ ഇദ്ദേഹം ഭക്ഷണമൊക്കെ ഒഴിവാക്കി. പിന്നെ അങ്ങനെയാണ് വായിലാർ നയനാർ എന്ന പേര് വരാൻ കാരണം. വായില്ലാത്ത നായനാർ എന്ന അർത്ഥത്തിലാണ് വായിലാർ നയനാർ എന്ന് ജനങ്ങൾ വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കില്ല. ആകെ കഴിക്കുന്നത് കൈക്കൂമ്പിൽ എടുക്കുന്ന ആ ഒരു കൈക്കൂമ്പിൾ ജലം മാത്രമേ അദ്ദേഹം കഴിച്ചിരുന്നുള്ളൂ. അങ്ങനെ
ഭക്ഷണവും ഇല്ലാതെ അദ്ദേഹം ദീർഘകാലം ശിവപൂജ ചെയ്തു. അപ്പോൾ ഒരു കൈക്കൂമ്പിൾ ജലം മാത്രം കഴിച്ചുകൊണ്ട് അദ്ദേഹം ജീവിതം മുഴുവനും ശിവപൂജ ചെയ്തുകൊണ്ട് ജീവിച്ചു. അത് ജ്ഞാനമാകുന്ന വിളക്കാണ് കൊളുത്തിയത്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ജ്ഞാനം, അഖണ്ഡാനന്ദം, അതേപോലെ ഭഗവത് പ്രേമം, ഈ പൂജകളാണ് അദ്ദേഹം ചെയ്തത്. ജ്ഞാനം നേടി, ശിവജ്ഞാനം നേടുക, ഭക്തിയിലൂടെ ശിവജ്ഞാനത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഒരു ശിവഭക്തൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഇവിടെ കാണിച്ചു തരികയാണ്. ഭഗവത് പ്രേമമാകുന്ന നൈവേദ്യമാണ് അർപ്പിക്കേണ്ടത്. അപ്പോൾ പ്രേമം, ശിവപ്രേമം കൊണ്ട് ഹൃദയം നിറഞ്ഞു കവിയുമ്പോൾ അത് തന്നെയാണ് ശിവപൂജ. ആ ഭഗവത് പ്രേമം എവിടേക്ക് നയിക്കുന്നു? ജ്ഞാനത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ ജ്ഞാനമാകുന്ന വിളക്ക് കൊളുത്തപ്പെടുന്നു. ഈ ജ്ഞാനം നേടിക്കഴിയുമ്പോൾ സാധകന് ലഭിക്കുന്നത് എന്താ? അഖണ്ഡാനന്ദമാണ്. അപ്പോൾ ശിവപൂജ കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് അഖണ്ഡാനന്ദമാണ്. ഒരിക്കലും നശിക്കാത്ത ശാശ്വതമായ അഖണ്ഡമായ ആനന്ദമാണ് ഒരു സാധകന് ലഭിക്കുന്നത്. അയാൾ 24 മണിക്കൂറും ആനന്ദവാനായിരിക്കും. അപ്പോൾ ആനന്ദമാകുന്ന അമൃതം കൊണ്ടാണ് ശിവനെ എപ്പോഴും അഭിഷേകം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ശിവാഭിഷേകം ആനന്ദമാകുന്ന അമൃതം കൊണ്ടാണ് ഇദ്ദേഹം നടത്തിയത്. ഇത് ഇങ്ങനെയാണ് അദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തിയത്. അപ്പോൾ സ്വന്തം മനസ്സാകുന്ന ശ്രീകോവിലാണ് ശിവപ്രതിഷ്ഠ നടത്തിയത്. യോഗവാസിഷ്ഠത്തിൽ ഒരിടത്ത് രാമന് വസിഷ്ഠ മഹർഷി ഉപദേശിക്കുന്നുണ്ട്. മനംകൃതം കൃതം ന ശരീരകൃതം കൃതം രാമ എന്നാണ് അദ്ദേഹം രാമന് ഉപദേശം കൊടുക്കുന്നത്. അതായത് മനസ്സുകൊണ്ട് ചെയ്യുന്ന കർമ്മമാണ് കർമ്മം, അല്ലാതെ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മമല്ല. ഇതാണ് യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠ മഹർഷി ശ്രീരാമന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപദേശം. അപ്പോൾ മനസ്സാണ് എല്ലാം. മനം കൃതം കൃതം ന ശരീരകൃതം കൃതം രാമ എന്നാണ് ഉപദേശം. അപ്പോൾ മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്കാണ് ഏറ്റവും വലിയ ഫലമുണ്ടാകുന്നത്. അതാണ് സത്യമായ പ്രവൃത്തി. അപ്പോൾ ശരിയായ പ്രവൃത്തി എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് ചെയ്യുന്ന മാനസിക വൃത്തിയാണ് എന്ന് ഈ കഥ നമുക്ക് തെളിയിച്ചു തരുന്നു. ഈ വയലാർ നയനാറെ പോലെ തന്നെ ജീവിച്ച വേറെ ഒരു മഹാനുണ്ട്. പൂജലാർ നയനാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇതുപോലെ തന്നെ കാഞ്ചീപുരത്ത് ജീവിച്ച ഒരു ശിവഭക്തനായിരുന്നു. കാഞ്ചീപുരത്ത് വേദശാസ്ത്രങ്ങളെല്ലാം പഠിച്ച ഒരു ധർമ്മിഷ്ഠൻ. അദ്ദേഹവും ഇതേപോലെ ശിവപ്രതിഷ്ഠ നടത്തണമെന്ന് ആഗ്രഹിച്ച് അവസാനം സ്വന്തം മനസ്സാകുന്ന ആ ഭൂമിയിൽ, മനോഭൂമിയിൽ അദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തുകയാണ്. മനസ്സിലാണ് അദ്ദേഹം ശിവൻ്റെ കോവിൽ പണിഞ്ഞത്. മനസ്സാകുന്ന കോവിലിൽ ശാസ്ത്രവിധി പ്രകാരം സ്ഥലം കണ്ട് അവിടെ സമയമെല്ലാം നിശ്ചയിക്കപ്പെട്ട് അങ്ങനെ ഒരു ശിവക്ഷേത്രം പണിഞ്ഞ് മനസ്സാകുന്ന ശ്രീകോവിലിൽ ശിവനെ അദ്ദേഹം ഇതേപോലെ തന്നെ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് ഇതേപോലെ ഭക്തിജ്ഞാന ആനന്ദമാകുന്ന ആ പഞ്ചോപചാര പൂജയും അദ്ദേഹം നിരന്തരം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ തൻ്റെ മനസ്സാകുന്ന ശ്രീകോവിലിൽ ശിവനെ പ്രതിഷ്ഠിക്കാൻ സമയം അദ്ദേഹം ആദ്യം നോക്കി. അത് സമയം കുറിക്കപ്പെട്ടു. ഒരു ജ്യോതിഷി, ഒരു ആഗമശാസ്ത്ര വിദഗ്ധൻ സമയം കുറിച്ച് അദ്ദേഹത്തിന് കൊടുത്തു. ഇന്ന സമയത്ത് നിങ്ങളുടെ മനസ്സാകുന്ന ആ ശ്രീകോവിലിൽ ശിവനെ പ്രതിഷ്ഠിക്കാം. ആ സമയം
അതേപോലെ തന്നെ പുറത്ത് ബാഹ്യമായ ഒരു ശിവക്ഷേത്രം കളച്ചിങ്കർ എന്ന് പറഞ്ഞാൽ നരസിംഹൻ രണ്ടാമൻ രാജാവ് പണിയുന്നുണ്ടായിരുന്നു. അത് വളരെ പണം ചെലവഴിച്ച് കൈലാസനാഥ ക്ഷേത്രം പണിഞ്ഞ രാജാവാണ്. അപ്പോൾ ഈ കളർചിങ്കർ എന്ന് പറഞ്ഞ നരസിംഹ രാജാവ് ധാരാളം പണം ചിലവാക്കി കരിങ്കല്ലും ഇഷ്ടികയും ഉപയോഗിച്ച് അപാര ശില്പചാതുര്യം പ്രകടിപ്പിച്ചുകൊണ്ട് മനോഹരമായ ഒരു ക്ഷേത്രം പണിയിച്ചു. അതിൽ നോക്കിയ സമയവും ശിവപ്രതിഷ്ഠ നടത്തേണ്ട സമയവും ഈ ഭക്തൻ ശിവഭക്ത പ്രതിഷ്ഠ നടത്തേണ്ട സമയം പൂജലാർ നയനാർ നടത്തേണ്ട പ്രതിഷ്ഠാ സമയം ഒന്നായിരുന്നു. അപ്പോൾ തലേ ദിവസം രാത്രി രാജാവ് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, നമുക്ക് ആ വാക്കുകൾ ഇങ്ങനെയാണ്: നിൻറവൂരിൽ എൻ്റെ ഭക്തനായ പൂജലാർ നിർമ്മിച്ച ക്ഷേത്രത്തിൽ നാളെ പ്രതിഷ്ഠയാണ്. അതുകൊണ്ട് എനിക്ക് നാളെ അങ്ങോട്ട് പോകേണ്ടതുണ്ട്. അങ്ങയുടെ പ്രതിഷ്ഠാകർമ്മം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുക. ഉറക്കത്തിൽ നിന്നുകൊണ്ടുവന്ന കുഴൽച്ചിങ്കർ ആ ധന്യമായ സ്വപ്നത്തെക്കുറിച്ച് ആലോചിച്ച് അത്ഭുതപ്പെട്ടു. ഇത്ര മഹാനായ ആ ഭക്തനെ കണ്ട് പൂജിച്ച് ധന്യത നേടണമെന്ന് ഉറപ്പിച്ച് വലിയൊരു സൈന്യത്തിൻ്റെ അകമ്പടിയോടെ അദ്ദേഹം നിൻറവൂർ എന്ന സ്ഥലത്തെത്തി. തന്നെ സ്വീകരിക്കാനെത്തിയ ഗ്രാമവാസികളോട് മഹാത്മാവായ പൂജലാർ ഉണ്ടാക്കിയ ക്ഷേത്രം എവിടെയാണെന്ന് രാജാവ് ചോദിച്ചു. മറുപടിയായി, പൂജലാർ എന്ന ഒരു ബ്രാഹ്മണൻ ഇവിടെയുണ്ട്, എന്നാൽ അദ്ദേഹം ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ടില്ല എന്നവർ മറുപടി പറഞ്ഞു. ഇത് കേട്ട് തൻ്റെ സ്വപ്നവുമായി ഇതിന് ബന്ധമില്ലല്ലോ എന്നോർത്ത് രാജാവ് വിഷമിച്ചു. ആ മഹാത്മാവ് എവിടെയാണ് എന്ന് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തെ ഇപ്പോൾ ആളയച്ചു വരുത്താമെന്ന് പറഞ്ഞ് ജനങ്ങൾ അദ്ദേഹത്തെ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആ സമയം രഥത്തിൽ നിന്നിറങ്ങി ഭക്തനായ രാജാവ് ആ ഭക്തബ്രാഹ്മണനെ വീണ് നമസ്കരിച്ച് താഴ്മയോട് ചോദിച്ചു, അങ്ങയാൽ ഉണ്ടാക്കപ്പെട്ടതും ദിക്കുകളിലെല്ലാം കീർത്തിക്കപ്പെട്ടതുമായ ഉത്തമ ശിവക്ഷേത്രം എവിടെയാണ്? ഈ ചോദ്യം കേട്ട് പൂജലാർ അന്താളിച്ചു പോയി. താൻ ആരും അറിയാതെ മനസ്സിലുണ്ടാക്കിയ ക്ഷേത്രത്തെപ്പറ്റി ഈ ധന്യനായ രാജാവ് എങ്ങനെ അറിഞ്ഞു എന്നോർത്ത് അന്തം വിട്ടു നിന്ന പൂജലാനോട്, ഇന്ന് ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയെന്ന് ത്രിനേത്രനായ ഭഗവാന്റെ അരുളപ്പാട് ലഭിച്ചതിനാൽ അങ്ങയെ ദർശിക്കാനും അതിൽ പങ്കെടുക്കുവാനും വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് കഴച്ചിലർ തൊഴുകയോടെ അറിയിച്ചു. രാജാവിൻ്റെ വാക്കുകൾ കേട്ട് വിസ്മയിച്ച പൂജലാർ രോമാഞ്ചിതഗാത്രനായി കണ്ണീരൊഴുക്കി, എൻ്റെ ഭഗവാൻ എന്നെപ്പോലെ എളിയ ഒരാൾക്ക് പോലും വില കൽപ്പിച്ച് ഇങ്ങനെ അരുളിയെന്നോ? പിന്നീട് തൻ്റെ വികാരങ്ങളടക്കി അദ്ദേഹം താൻ മനസ്സിൽ നിർമ്മിച്ച ക്ഷേത്രത്തെപ്പറ്റി രാജാവിന് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട് ഉത്തമ ഭക്തിയോടെ ശ്രേഷ്ഠമായ അതുല്യമായ മനസ്സിൽ പ്രതിഷ്ഠിച്ച ശിവനെ രാജാവ് അതിഭക്തിയോടെ, കളങ്കമില്ലാത്ത മനസ്സോടുകൂടിയ ഭക്തൻ എത്ര മഹാനാണ് എന്ന് പറഞ്ഞ് ആ ഭക്തൻ്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് രാജാവ് നമസ്കരിച്ചു. പിന്നീട് സന്തുഷ്ടനായി തൻ്റെ സേനയോടൊപ്പം കൊട്ടാരത്തിലേക്ക് രാജാവ് തിരിച്ചുപോയി. ഇതാണ് കഥ. അങ്ങനെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ പൂജലാർ ഭഗവാനെ പ്രതിഷ്ഠിച്ച് 64 ഉപചാരങ്ങളെ കൊണ്ട് പൂജിച്ച് കുംഭാഭിഷേകം ചെയ്തു. അന്നു മുതൽ അത്യധികം ഭക്തിയോടെ ദിവസവും വിധിപ്രകാരമുള്ള പൂജ ചെയ്ത് ദേഹാന്ത്യത്തിൽ അദ്ദേഹം ഭഗവത്പാദത്തിൽ ചേർന്നു. കഴച്ചിലർ ബ്രാഹ്മണരെ കൊണ്ട് മറ്റൊരു മുഹൂർത്തം കുറിച്ച് കാഞ്ചീപുരത്ത് താൻ നിർമ്മിച്ച കൈലാസനാഥ ക്ഷേത്രം പണിത് അവിടെ ശിവപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഇതാണ് ഈ കഥ. അപ്പോൾ ഈ രണ്ട് കഥകളിലും
ശിവഭക്തൻ തൻ്റെ ശിവമനസ്സിലാണ് ശിവനെ പ്രതിഷ്ഠിക്കുന്നത്. ശിവമനസ്സാകുന്ന ശിവകോവിലിൽ ശിവനെ പ്രതിഷ്ഠിച്ച് പഞ്ചോപചാര പൂജയാകുന്ന ജ്ഞാനഭക്തി ആനന്ദമാകുന്ന അമൃതം അഭിഷേകം ചെയ്തൊക്കെയാണ് പൂജ നടത്തുന്നത്. ഇതാണ് യഥാർത്ഥ പൂജ. ഇതിനെയാണ് മാനസിക പൂജ എന്ന് പറയുന്നത്. തമിഴിൽ ഇതിന് അകം പൂജ എന്ന് പറയും. പുറം പൂജയേക്കാൾ പ്രാധാന്യവും ശക്തിയേറിയതുമാണ് അകം പൂജ, അതായത് മാനസിക പൂജ. മനസ്സാകുന്ന ശ്രീകോവിലിൽ ശിവനെ പ്രതിഷ്ഠിക്കുക, എന്നിട്ട് ജ്ഞാനമാകുന്ന വിളക്ക് കൊളുത്തുക, എന്നിട്ട് ഭക്തിയാകുന്ന നൈവേദ്യം അർപ്പിക്കുക, പരമാനന്ദമാകുന്ന അമൃതം കൊണ്ട് അഭിഷേകം ചെയ്യുക. അപ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരമമായ അവസ്ഥ എന്ന് പറയുന്നത് അഖണ്ഡാനന്ദമാണ്, ശിവാനന്ദമാണ്, ശിവാനന്ദ ലഹരിയാണ്. ആ ശിവാനന്ദ ലഹരിയാകുന്ന അമൃതം കൊണ്ടാണ് ഭഗവാനെ എപ്പോഴും അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ക്ഷീരധാര. ഏറ്റവും വലിയ ക്ഷീരധാരയാണ് ഈ അഖണ്ഡാനന്ദമാകുന്ന പാലുപയോഗിച്ച് ശിവനെ നിരന്തരം ധാര ചെയ്യുക. ആ ക്ഷീരധാര, ആനന്ദ ക്ഷീരധാര എന്ന് നമുക്കതിനെ വിളിക്കാം. ഇതാണ് ആനന്ദ ക്ഷീരധാര. ഒരു ജീവിതത്തെ ധന്യമാക്കുന്ന, ഒരു ജീവിതത്തെ ശിവതുല്യമാക്കി മാറ്റുന്ന ഏറ്റവും വലിയ ക്ഷീരധാരയാണ് ഈ അഖണ്ഡാനന്ദ ക്ഷീരധാര. ഈ ക്ഷീരധാരയിലൂടെ ഒരാൾക്ക് ശിവപദത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് ഇവിടെ ചേക്കിഴാസ്വാമികൾ ഈ രണ്ട് മഹാശിവഭക്തന്മാരുടെ കഥയിലൂടെ വിവരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയട്ടെ. മനം കൃതം കൃതം ന ശരീരകൃതം കൃതം രാമ എന്ന യോഗവാസിഷ്ഠത്തിലെ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശമാണ് ഏറ്റവും ശ്രേഷ്ഠം. അതുകൊണ്ട് മനസ്സ് പരമപവിത്രമാക്കുക, പരമവിശുദ്ധമാക്കി തീർക്കുക. അവിടെ ഒരു മാലിന്യവും ഉണ്ടാകരുത്, ഒരു കളങ്കവും ഉണ്ടാകരുത്. കളങ്കമില്ലാത്ത മനസ്സിൽ, കളങ്കമറ്റ മനസ്സിൽ ശിവൻ കുടികൊള്ളുക തന്നെ ചെയ്യും. അത് ക്ഷണിക്കണ്ട. ഇതേപോലെ ക്ഷണിച്ച് സമയം നോക്കിയൊന്നും പ്രതിഷ്ഠിക്കേണ്ട ആവശ്യമില്ല. എവിടെയാണോ കളങ്കമറ്റ മനസ്സുള്ളത്, എവിടെയാണോ പരിശുദ്ധമായ മനസ്സുള്ളത്, ആ പരിശുദ്ധ മനസ്സിലേക്ക് ശിവൻ ഓടിയെത്തുക തന്നെ ചെയ്യും. അപ്പോൾ നിഷ്കളങ്കത, അതേപോലെ തന്നെ നിസ്വാർത്ഥത, അഹംഭാവമില്ലായ്മ, ഇങ്ങനെയുള്ള മാലിന്യങ്ങളൊന്നുമില്ലാത്ത വിശുദ്ധ മനസ്സ് ശിവൻ്റെ ശ്രീകോവിലാത്രേ. ഇതാണ് ഈ കഥയിലൂടെ നമുക്ക് വിവരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയും 2-3 പ്രധാനപ്പെട്ട ശിവഭക്തന്മാരുടെ കഥ കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ പെരിയ പുരാണം നമുക്ക് അവസാനിപ്പിക്കാം. ഓം ശിവായ നമഃ.